നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരുവന് ഒരു മത്സ്യം കൊടുത്താൽ അതവന് അന്നത്തെ ആഹാരമാകുന്നു. എന്നാൽ ഒരുവനെ മത്സ്യകൃഷി പഠിപ്പിച്ചാൽ അതവന് എന്നത്തെയും ആഹാരമാകുന്നു എന്നാണ് ചൈനീസ് പഴമൊഴി. അങ്ങനെ പ്രത്യേകിച്ചാരും മത്സ്യകൃഷി പഠിപ്പിക്കാതെ ഒരു ടീച്ചർ കായൽമാറിലേക്ക് ഇറങ്ങുന്നുണ്ട്. ശാസ്താംകോട്ട DB കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപിക സന്ധ്യ സി വിദ്യാധരൻ. നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് കൊല്ലത്തെ മൺട്രോത്തുരുത്ത് കണ്ടൽ തീരം എന്ന കായൽ കൃഷി ഒരുക്കുകയാണ് ടീച്ചർ. മൺട്രോത്തുരുത്തിലെ കണ്ടൽ തീരത്ത് സന്ധ്യ ഒരുക്കുന്ന കേര കരിമീൻ കൃഷിക്കാഴ്ചകളുമായി കാണാം. ഹരിതം സുന്ദരം. കണ്ടാലും കണ്ടാലും മതി വരില്ല അഷ്ടമുടിയുടെ സൗന്ദര്യം. കൊല്ലത്തിൻ്റെ ഇഷ്ടമുടിയാണ് അഷ്ടമുടി. പ്രകൃതിയുടെ ഒരു ഹൃദയദളം. അഷ്ടമുടിക്കായലിനും കല്ലടയാറിനുമിടയിൽ 8ഓളം ചെറിയ ദ്വീപുകളുണ്ട്. അവയെല്ലാം ചേർന്നാൽ മൺട്രോത്തുരുത്തായി. തിരുവിതാംകൂറിൻ്റെ റെസിഡന്റ് കേണലായിരുന്ന കേണൽ ജോൺ മൺട്രോയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ദ്വീപസമൂഹം. അനുനിമിഷം മുങ്ങിത്താഴുന്ന ഒരു നിമിഷ ദ്വീപാണ് മൺട്രോത്തുരുത്ത്. 13ഓളം ചതുരശ്ര കിലോമീറ്ററാണ് മൺട്രോത്തുരുത്തിൻ്റെ വിസ്തൃതി. മൺട്രോത്തുരുത്ത്, പെരിങ്ങാലം, പട്ടംതുരുത്ത്, പേഴംതുരുത്ത് എന്നിങ്ങനെ പ്രശസ്തമായ ദ്വീപുകൾ. മൺട്രോത്തുരുത്തിൽ വന്നിറങ്ങിയാൽ കണ്ടൽ തീരത്തിൻ്റെ സൗന്ദര്യം കാണാതെ പോകാൻ കഴിയില്ല. കണ്ടൽക്കാടുകൾ ഹരിതക്കുട വിരിക്കുന്ന തീരമാണ് എങ്ങും. എന്നാൽ മറ്റൊരു കണ്ടൽ തീരമുണ്ട്. അവിടെയാണ് ശാസ്താംകോട്ട DB കോളേജിലെ പ്രൊഫസർ സന്ധ്യയുടെ ഇടം. പ്രൊഫസറുടെ ഇടമെന്നാൽ കലാശാലയാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. മത്സ്യങ്ങളുടെ ഇടമാണ് സന്ധ്യയുടെ കണ്ടൽ തീരം. സന്ധ്യയുടെയും ഭർത്താവ് ഷിലുവിൻ്റെയും ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി നടന്നു. കണ്ടൽ തീരം ഇന്നൊരു കരിമീൻ കൂടാണ്. വെല്ലുവിളികളും പ്രതിസന്ധികളും ഒരുപാട് നേരിട്ട കൃഷിയിടം. 5 ഏക്കർ വരും കണ്ടൽ തീരത്തിൻ്റെ വിസ്തൃതി. ടൈഗർ കൊഞ്ചായിരുന്നു ആദ്യത്തെ കൃഷി. ഒരു ജലവും കാടും മൂടിക്കിടന്ന ഇടങ്ങൾ വൃത്തിയാക്കി ഒന്നാംതരം കുളങ്ങളാക്കി. 2018 പ്രളയവും പിന്നീട് വന്ന കോവിഡുമൊക്കെ ധാരാളം നഷ്ടങ്ങൾ വരുത്തി. തുടർന്നാണ് കരിമീനായി സന്ധ്യ മനസ്സ് കൊടുത്തത്. കരിമീനുകൾക്കായി വിസ്തൃതമായ കുളങ്ങൾ ഒരുങ്ങി. കുറഞ്ഞത് 1.5 മീറ്റർ ആഴം ഒരു കുളത്തിന് വേണം എന്ന നിർബന്ധമുണ്ട്. ദീർഘചതുരാകൃതിയാണ് കരിമീൻ കുളങ്ങൾക്ക് നല്ലത്. പ്രാണവായു എപ്പോഴും വെള്ളത്തിൽ ലയിച്ചു ചേരണം. കാറ്റ് വന്ന് മുടിയഴിച്ചിട്ടാടുന്ന കുളങ്ങളാണ് കരിമീന് നല്ലത്. കുളമൊരുക്കൽ വളരെ പ്രധാനമാണ്. ബണ്ടുകൾ അതിലും പ്രധാനം. അഷ്ടമുടിക്കായലിൽ നിന്ന് വെള്ളം വേലിയേറ്റത്തിൽ കുളത്തിലേക്ക് വരണം. വേലിയിറക്കത്തിൽ അത് തിരിച്ചും പോകണം. അതിനായി സ്ലൂയിസ് വാൽവുകൾ ക്രമീകരിച്ചു. കരിമീൻ്റെ ശത്രുക്കളായ വരാൽ, കാരി, കൂരി, ബ്ലാങ്ക്, കൈതക്കോര ഇവയൊക്കെ ഒഴിവാക്കാൻ ആദ്യമേ തന്നെ ഒരു പ്രയോഗമുണ്ട്. നിർവളകുരുവും കുമ്മായവും അരച്ചു കലക്കി വിതറും. ദോഷരഹിതമാണ് ഈ പ്രയോഗം. വെള്ളത്തിൽ ജന്തുപ്ലവകങ്ങളുടെ അംശം വേണം. ചെമ്മീനിലും കരിമീനിലുമൊക്കെ അത് പ്രധാനമാണ്. കുളമൊരുക്കിയാൽ അതിൽ സെന്റിന് 4 കിലോ ചാണകവും 50 ഗ്രാം കുമ്മായവും 50 ഗ്രാം രാജ്ഫോസും ചേർക്കാം. 4-ാം ദിവസം തന്നെ പ്ലവകങ്ങൾ വളർന്ന് കുളം പച്ച നിറമാകും. ശക്തമായ ജൈവസുരക്ഷാ സന്നാഹങ്ങളാണ് സന്ധ്യ തൻ്റെ കുളങ്ങൾക്ക് തീർത്തത്. മേൽവലകളായി ബെഡ് നെറ്റ് തന്നെ ഉപയോഗിച്ചു. കണ്ണിവലിപ്പം കുറഞ്ഞ നെറ്റുകളിലൂടെ ഇരപിടിയന്മാർക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയില്ല. ബണ്ടുകൾ മുളങ്കുറ്റികൾ അടിച്ച് ഭദ്രമാക്കി. വെള്ളം വളരെ പ്രധാനമാണ്. കുളം സംരക്ഷിക്കുവാൻ ജീവനക്കാരെ നിയോഗിച്ചു. വെള്ളത്തിൻ്റെ അമ്ലക്ഷാര നിലയിലാണ് കാര്യം. ശുദ്ധജലത്തിലും ലവണജലത്തിലും വളരുന്ന മത്സ്യമാണ് കരിമീൻ. 7 മുതൽ 7.5 വരെയുള്ള അമ്ലക്ഷാര നിലയാണ് കരിമീന് നല്ലത്. അതൊക്കെയും കൃത്യമായി പരിശോധിക്കും. കുളത്തിൽ നിന്ന് ജലമെടുത്ത്
റിയേജൻറ്റുകൾ ഒഴിച്ച് റീഡറിൽ പരിശോധിച്ചാൽ pH അഥവാ അമ്ലക്ഷാരനില മനസ്സിലാക്കാം. സലിനോമീറ്റർ ഉപയോഗിച്ചാണ് വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് കാണുക. മഴക്കാലത്ത് ഉപ്പ് അല്പം കുറഞ്ഞേക്കാം, എങ്കിലും കരിമീനെ അത് ബാധിക്കില്ല. കരിമീൻ പ്രിയമീനാണ്. കേരളത്തിൻ്റെ സ്വന്തം മത്സ്യം. സിക്ലിഡേ കുടുംബത്തിലാണ് കരിമീൻ പിറന്നത്. എട്രോപ്ലസ് സൂററ്റൻസിസ് എന്നാണ് കരിമീൻ്റെ ശാസ്ത്രനാമം. സൂററ്റിലെ ഒരു പാതിരിയാണ് കരിമീൻ കണ്ടുപിടിച്ചത് എന്നൊരു വിശ്വാസമുണ്ട്. വിശ്വാസം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കരിമീനോളം പ്രിയ മീൻ കേരളത്തിൽ ഇല്ല തന്നെ. അഷ്ടമുടിക്കായലിലെ കരിമീനുകൾക്ക് വിൽപ്പന പ്രശ്നമല്ല. കരിമീൻ പ്രിയർ എന്നും താനേ എത്തിക്കൊള്ളും. ഏതുൽപ്പന്നം വിൽക്കാനും പരസ്യം വേണ്ട ഇക്കാലത്ത് കരിമീനുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്രകൃതിയുടെ നൈസർഗിക താളത്തിലാണ് അവയെ വളർത്തുക. മറ്റെങ്ങും കൊണ്ടുവന്നതല്ല കരിമീൻ, അത് അഷ്ടമുടിക്കായലിലേത് തന്നെയാണ്. വള്ളക്കാരിൽ നിന്നാണ് മികച്ച ജോഡികളെ സന്ധ്യ വാങ്ങുന്നത്. 8-ാം മാസമാണ് കരിമീനിൻ്റെ പ്രായപൂർത്തി. ആ സമയമെത്തുമ്പോഴേക്കും അവ 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ വളർന്നു കഴിയും. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് മത്സ്യങ്ങളുടെ പ്രജനനകാലം. ജോഡി തിരിഞ്ഞാണ് കരിമീനുകൾ ഇണചേരുന്നത്. അവയെ കണ്ടെത്തുവാനും ചില മാർഗങ്ങളുണ്ട്. ചുണ്ടുകൾ നോക്കി കുറേയൊക്കെ അറിയാം. ചുണ്ടുകളിൽ നേർത്ത മഞ്ഞ കുറുവരകൾ വീഴുമ്പോൾ അവയുടെ പ്രജനനകാലം ആണ് എന്ന് മനസ്സിലാക്കാം. മാത്രവുമല്ല, ചുണ്ടുകൾ കോർത്ത് നേർക്കുനേർ നിൽക്കുന്ന മത്സ്യങ്ങൾ മിക്കപ്പോഴും ഇണകളായിരിക്കും. വയറ്റിലെ മഞ്ഞപ്പുള്ളികൾ ആ തീർച്ചയ്ക്ക് ആക്കം കൂട്ടും. താടിയിലെ കറുത്ത നിറവും തടം കുഴിക്കാനുള്ള ശ്രമവുമൊക്കെ ഏതാണ്ട് ഇണകൾ ഒരുമിച്ചു എന്ന് മനസ്സിലാക്കാവുന്ന ചിഹ്നങ്ങളാണ്. തടം കുഴിച്ചാൽ പിന്നീട് പ്രജനനകാലമായി. മുട്ടകൾ ഒട്ടിക്കുവാനായി ചില മാർഗങ്ങൾ കരുതേണ്ടതുണ്ട്. അതൊക്കെയും സന്ധ്യയ്ക്കറിയാം. കല്ലുകൾ, ഓലമടൽ, ചകിരിനാരുകൾ, മുളംകുറ്റികൾ എന്നിവയിലൊക്കെ കരിമീനുകൾ മുട്ടകൾ ഒട്ടിക്കും. അർദ്ധവൃത്താകൃതിയിൽ ചരിഞ്ഞു കിടന്ന് തറ കുഴിച്ചാണ് മുട്ടകളിടാൻ ശ്രമം. പിന്നീട് അത് വായിൽ കൊണ്ടു നടന്നാണ് ഒട്ടിച്ചു വയ്ക്കുക. ഒരു സമയം 1300 മുതൽ 6000 മുട്ടകൾ വരെ പെൺമത്സ്യം നിക്ഷേപിക്കാം. ഈ മുട്ടകളിലേക്കാണ് ആൺമത്സ്യം ബീജവർഷം നടത്തുക. 100 മണിക്കൂറിനുള്ളിൽ മുട്ടകൾ വിരിയും. 4-ാം ദിവസം തന്നെ ആൺമത്സ്യം പുതിയ ആഴം കുറഞ്ഞ കുഴികളുണ്ടാക്കും. കുഞ്ഞുങ്ങളെ മാറ്റാൻ വേണ്ടിയാണിത്. ആവശ്യക്കാർ തേടി നടക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളാണ് കരിമീൻ കുഞ്ഞുങ്ങൾ. അവയെ പിടിക്കാൻ പരിശീലനം സിദ്ധിച്ച ജീവനക്കാരുണ്ട്. ത്രികോണ വലയുമായി വെള്ളത്തിലേക്ക് ഇറങ്ങും. ആഴത്തിൽ വെള്ളവും ചെളിയും കോരിയെടുത്താൽ അതിൽ പുതഞ്ഞങ്ങനെ കരിമീൻ കുഞ്ഞുങ്ങൾ കിടക്കും. 45-ാം ദിവസം എത്തുന്നതോടെ 2 ഇഞ്ചോളം നീളമെത്തും കരിമീൻ കുഞ്ഞുങ്ങൾ. അവയെ പാക്ക് ചെയ്ത് നൽകുവാൻ പ്രത്യേക സംവിധാനമുണ്ട്. പ്ലാസ്റ്റിക് കവറുകളിൽ കായൽ ജലം തന്നെ നിറച്ച് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും. തുടർന്ന് പ്രാണവായു സിലിണ്ടറുകളിലൂടെ ഓക്സിജൻ നിറച്ച് കൂടുകൾ കെട്ടി മുറുക്കും. 8 മണിക്കൂറോളം സുരക്ഷിതമായ സംവിധാനമാണ് ഇത്. കരിമീനുകൾക്ക് തീറ്റ നൽകുന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. മത്സ്യങ്ങളുടെ കണ്ണുവലിപ്പം നോക്കിയാണ് തീറ്റയുടെ സൈസും നിർണ്ണയിക്കുക. 2 മില്ലിമീറ്റർ, 3 മില്ലിമീറ്റർ, 4 മില്ലിമീറ്റർ എന്നിങ്ങനെ നീളും തീറ്റയുടെ നിര. എല്ലാം തരാതരം പോലെ നിരത്തിയാൽ പിന്നീട് ഭർത്താവ് ഷിലുവും സന്ധ്യയോടൊപ്പം തീറ്റ നൽകാൻ കൂടും. മൺട്രോത്തുരുത്തിൻ്റെ സാന്ധ്യശോഭയിൽ ഇരുവരും കുളത്തിലേക്ക് തീറ്റ എറിയുന്നതോടെ അരുമകളായ മത്സ്യങ്ങൾ ഓടിയെത്തും. വെള്ളത്തിലെ പ്രാണവായു നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. രാവിലെയും രാത്രിയുമാണ് വെള്ളത്തിൽ പ്രാണവായു കുറയാറ്. അതിനായി 3 കുളങ്ങളിലും പാഡിൽ വീൽ എയറേറ്റർ സംവിധാനമുണ്ട്. വെള്ളത്തെ സദാ ചലിപ്പിച്ച് അടിച്ച് പതപ്പിച്ച് വെള്ളത്തിലേക്ക് പ്രാണവായുവിനെ ലയിപ്പിക്കുകയാണ് പാഡിൽ വീൽ എയറേറ്റർ. അതിരാവിലെയും രാത്രിയും പാഡിൽ വീൽ എയറേറ്റർ പ്രവർത്തിക്കും. മൺട്രോത്തുരുത്തിൽ അഷ്ടമുടിക്കായലിനോട് ചേർന്ന പൂപ്പാണി ഭാഗത്ത് പ്രൊഫസർ സന്ധ്യയുടെ കരിമീൻ ഫാം ഇന്ന് കീർത്തി നേടുകയാണ്. കരിമീൻ മത്സ്യവില്പനയും വിത്ത് വിൽപ്പനയും ഒക്കെയായി വിപണനത്തിൻ്റെ താളങ്ങളൊക്കെ സന്ധ്യയ്ക്കറിയാം. മൺട്രോത്തുരുത്തിലെ കണ്ടൽ തീരം ഫാമിൻ്റെ നായിക പ്രൊഫസർ സന്ധ്യ നമ്മോടൊപ്പം ഉണ്ട്. സന്ധ്യയുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സന്ധ്യ. നമസ്കാരം. ഒരു കോളേജിലെ ഒരു അധ്യാപിക, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഈ കരിമീനിലൊക്കെ ഇങ്ങനെ അതിനോട് പ്രേമം മൂത്ത് ഇങ്ങനെ വന്ന് കൃഷി ചെയ്യുമെന്ന് ആരും കരുതല്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? അത് കരിമീൻ കൃഷിയോടുള്ള താല്പര്യമല്ലായിരുന്നു ആദ്യം.
ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് വാങ്ങിച്ചത്. ഞാനൊരു സാഹിത്യ അധ്യാപികയാണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും ഈ വിശാലമായ കായൽപ്പരപ്പും ഒക്കെ കണ്ട് ഇവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങളുടെ വളരെ സുതാര്യമായിട്ടുള്ള ഇടപെടൽ, അതൊക്കെ ഒരു വളരെ അട്രാക്ഷനായിട്ട് തോന്നി. വെറുതെ ഒരു ദിവസം വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഭംഗി കണ്ട് വാങ്ങിച്ചതാണ്. പിന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് അടുപ്പം ഉണ്ടാകുകയും അവരാണ് ഈ വസ്തു വെറുതെ ഇടരുത്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരാണ് ഇതിൻ്റെ പുറകിലുള്ള ഇൻസ്പിറേഷൻ. അങ്ങനെയാണ്. ഈ മീനോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? ആദ്യം ഒരു പക്ഷേ സന്ധ്യ കൊഞ്ചൊക്കെ ആയിരുന്നു പരീക്ഷിച്ച്, അത് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടം വന്നു. അതിനുശേഷം കരിമീനിലേക്ക്. അല്ല, മീനോട് എന്നിട്ടും വിടാതെ മീനിൻ്റെ പിന്തുടരെ ഇങ്ങനെ നടക്കാൻ കാര്യം? അത് സത്യം പറഞ്ഞാൽ ഒരു സ്വഭാവ വിശേഷമാണെന്നാണെങ്കിൽ പറയാം. മീനോടുള്ള ഇഷ്ടം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു ശുഭാപ്തി വിശ്വാസമുള്ളവരായിരുന്നു കൂടെ നിന്നവരെല്ലാവരും. എൻ്റെ നടക്കാൻ കഴിയും. ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ നാട്ടറിവുകളുള്ള പഴയ കാല കർഷകരല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ ആദ്യമൊക്കെ പരാജയപ്പെട്ടാലും തീർച്ചയായിട്ടും ഒരു ദിവസം വിജയം കാണുമെന്നൊരു ധൈര്യം തന്നിരുന്നു. പിന്നെ ഒരു അധ്യാപികയ്ക്ക് അത് വേണമല്ലോ മുൻപോട്ട് പോകാനുള്ള. പഠിപ്പിച്ച് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഈ കൊഞ്ചിൽ ഒരുപാട് പൈസ പോയി, വളരെയധികം പൈസ പോയി. കോവിഡ് അന്നേരമൊക്കെ കൊഞ്ച് കൃഷി രക്ഷപ്പെട്ടു, നല്ല വിളവുണ്ടായി. പക്ഷേ ഈ പ്രളയവും കോവിഡും കാരണം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഒന്നും പറ്റിയില്ല. അതൊക്കെ ഭയങ്കര നിരാശയുണ്ടായൊരു കാര്യമാണ്. അപ്പോഴാണ് കരിമീൻ കൃഷിയിലേക്ക് തിരിഞ്ഞാലെന്ന് വെച്ചാൽ ഇത്ര റിസ്ക്കി അല്ല എന്നുള്ളത്. പിന്നെ ഞാൻ അങ്ങ് സർവീസിലും ഉണ്ടായിരുന്നില്ല, അപ്പം നമുക്ക് ഡെയിലി ഒരു സൂപ്പർവിഷൻ പറ്റത്തില്ല. അപ്പോൾ കരിമീനാകുമ്പോൾ അത്രമാത്രം റിസ്ക്കി അല്ല, മറ്റേത് വളരെ വൾണറബിൾ ആയതുകൊണ്ടേ അതും ഈ കരിമീൻ കൃഷിയിലോട്ട് തിരിയാൻ കാരണമായി. ഇനിയിപ്പോൾ ഒരു കൊഞ്ച് പരീക്ഷിക്കണമെന്നൊന്ന് എന്ന് വെച്ചാൽ റിട്ടയർമെൻ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നാലോ? ഇതിൻ്റെ ആദ്യ പാഠങ്ങൾ, കൊഞ്ച് കൃഷിയുടെ ആദ്യ പാഠങ്ങളൊക്കെ ഇവിടെ കൂടെയുള്ള കർഷകരായിരുന്നു. വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്തത്. എന്നിട്ടും പല കാരണങ്ങൾ കൊണ്ടത് പരാജയമായത്. പിന്നെ കരിമീൻ കൃഷി എന്ന് വെച്ചാൽ ഇത് കൂടുതലും ഇവിടുത്തെ ഉള്ളവർ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ പരീക്ഷിച്ച് ഇതിനെ വളർത്തി നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെൽപ്പുണ്ട്. അവർ എപ്പം പറഞ്ഞാലും ഇവിടെ വന്ന് നോക്കുകയും അവരുടെ അഡ്വൈസ് ഉണ്ട്. അങ്ങനെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് വലുതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകൃത കരിമീൻ വിത്തുൽപാദന ഫാം കൂടിയാണ് ഇപ്പോൾ കണ്ടൽ തീരം. കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൽ നിന്നും ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം 3.5 ലക്ഷം രൂപയുടെ സബ്സിഡി കരിമീൻ ഫാമിനായി കിട്ടിയിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന പ്രകാരം കരിമീൻ വളർത്തലിനുള്ള സഹായങ്ങളും സന്ധ്യയ്ക്ക് കിട്ടി. ഒരു പകലോളം നീളുന്ന അധ്യാപന വൃത്തിക്ക് ശേഷമാണ് സന്ധ്യ ഫാമിൽ ചെലവിടുന്നത്. അതിരാവിലെയും വൈകുന്നേരവുമൊക്കെ ഫാമിലെത്തും. വെല്ലുവിളികൾ നിരവധി നേരിട്ടിട്ടും സ്വയം ഉപേക്ഷിക്കാത്ത മത്സ്യകൃഷിക്ക് നിരവധി അംഗീകാരങ്ങളും വന്നു. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ബെസ്റ്റ് മറൈൻ ഫാർമർ അവാർഡ് സന്ധ്യ കൂട്ടിക്കൊണ്ടുവന്നു. കരിമീനോടൊപ്പം ചേരുന്ന ഒന്നാണ് കേരവൃക്ഷം. 150ഓളം കേരവൃക്ഷങ്ങൾ വിവിധ ഇടങ്ങളിലായി നട്ടിട്ടുണ്ട്. ചാവക്കാടൻ ഗ്രീൻ ഡോർഫ്, ചാവക്കാടൻ ഓറഞ്ച് ഡോർഫ് എന്നീ ഇനങ്ങളാണ് നട്ടത്. 3-ാം വർഷം തന്നെയാണ് തെങ്ങിൻ്റെ കായ്ഫലം കിട്ടുക. പ്രത്യേകിച്ച് വളമൊന്നും മൺട്രോത്തുരുത്തിൽ വേണ്ട. പരമ്പരാഗത കർഷകരുടെ അറിവ് തന്നെയാണ് എല്ലാത്തിനും സന്ധിക്ക് കൂട്ടായത്. ചേറും ചാണകവും കുമ്മായവുമൊക്കെ തടം തെളിച്ച് വർഷത്തിലൊരിക്കലിടും. രാസവളം തീരെയില്ല. അത്തരം വളങ്ങളുടെ ചൈതന്യം തെങ്ങിലും കാണാം. 50 മുതൽ 100 അടി വരെ ഉയരത്തിൽ വളരുന്നവരാണ് ചാവക്കാടൻ ഡ്വാർഫ്. വിഷയം സാഹിത്യമെങ്കിലും നാട്ടറിവ് പിന്തുടർന്ന് കരിമീൻ കർഷകയായ സന്ധ്യയ്ക്ക് ഈ രംഗത്ത് ഉയർന്ന പ്രതിബദ്ധതയുണ്ട്. പ്രയത്നവും മുതൽ മുടക്കുമൊക്കെ കണ്ടറിഞ്ഞാണ്. ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള ധാരാളം സ്വപ്നങ്ങൾ ആ മനസ്സിലുണ്ട്. അതൊക്കെയും സന്ധ്യ ഹരിതം സുന്ദരത്തോട് പങ്കുവച്ചു. അല്ല, ബെസ്റ്റ് മറൈൻ ഫിഷ് ഫാർമർ അവാർഡ് കിട്ടുകയാണ്. അത് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ മൺട്രോത്തുരുത്തിലേക്ക് അതിനെ അവാർഡിനെ കൊണ്ടുവന്ന് എത്തിച്ചത്? അത് എനിക്ക് തോന്നുന്നത് ഈ പരാജയങ്ങൾ
പലതുണ്ടായിട്ടും പിടിച്ചു നിന്നതിൻ്റെ ഒരു അവാർഡെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതാണ് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. 1 ലക്ഷം രൂപ കിട്ടി. 1 ലക്ഷം രൂപ കിട്ടി. ആ പൈസയൊക്കെ എന്ത് ചെയ്യും? പൈസ ഇവിടെയൊക്കെ തന്നെ ഈ ബൺ പ്രൊട്ടക്ഷനൊക്കെ നല്ല പൈസയാവും, ഫിഷ് ഫുഡിന് നല്ല പൈസയാവും. പിന്നെ അത് കൂടാതെ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഈ തെങ്ങിൻ്റെ വളവും ഇടയിലും എല്ലാം കൂടെ വളരെയധികം പൈസ ചിലവാകുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ഈ അഹമ്മദാബാദിലൊക്കെ ചെന്ന് ഗ്ലോബൽ ഫിഷറീസ് മീറ്റിലൊക്കെ ചെന്ന് ഈ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പർഷോത്തം റുപാലയുടെ കയ്യിൽ നിന്നൊക്കെ ഈ അവാർഡൊക്കെ മേടിക്കപ്പോൾ വലിയൊരു അഭിമാനം തോന്നി. വലിയ അഭിമാനം തോന്നിയെന്ന് മാത്രമല്ല, ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ ഒരു 3000-ഓളം കുട്ടികളുള്ള കോളേജ്, 83% പെൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ എനിക്ക് പറ്റിയെന്ന് എനിക്ക് തോന്നി. ഇത് അവാർഡ് വാങ്ങിച്ച് ചെന്നതിന് ശേഷം പല ഡിപ്പാർട്ട്മെൻറ്റ്സും പെൺകുട്ടികളോട് സംസാരിക്കാൻ, ആൺകുട്ടികളുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, നല്ല ശമ്പളമുള്ള ജോലി, നല്ല ജോലി, ഞാൻ ഭയങ്കര റിലാക്സ്ഡും ഹാപ്പിയാണ് അവിടുത്തെ പഠിപ്പീരും എല്ലാം കൂടെ, ക്ലാസ് റൂമിൽ നല്ല. പിന്നെ എന്ത് തേടിയാണ് ടീച്ചർ ഇങ്ങനെ പോയത്, അതിൻ്റെ ആവശ്യം അല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ പെൺകുട്ടികളാണ്, കുറേ നാൾ കഴിയുമ്പം ഒരു ഫാമിലി ആകും, ചിലപ്പോൾ സപ്പോർട്ടീവായിട്ടൊരു സ്പൗസിനെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. എനിക്കും അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടൊരാളെ കിട്ടിയിരിക്കുന്നത്. ആ തണലിൽ നമ്മൾ ഒതുങ്ങിക്കൂടാതെ ആ തണലിൽ നിന്ന് വളരണം, ആ തണൽ ഉപയോഗപ്പെടുത്തി വളരണം. നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ആ തണലും ആ സപ്പോർട്ടും ഞാനതാണ് ചെയ്തിരിക്കുന്നത്. അത്രയും സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നുണ്ട്. അതുകൊണ്ടാണിത് അവാർഡിൻ്റെ ക്രെഡിറ്റ് അങ്ങനെയാണെന്ന് ഞാൻ അവിടെ തുറന്ന് പറയാം. അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിലുള്ള കണ്ടൽ തീരം എന്ന മത്സ്യകൃഷിയുടെ കേദാരം ഇന്ന് ഫാം ടൂറിസത്തിൻ്റെ വിളനിലം കൂടിയാണ്. മത്സ്യങ്ങളെ കാണാനും കുളങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും ധാരാളം പേരെത്തും. കയറി നിന്ന് സെൽഫി എടുക്കുവാനുള്ള ഏറുമാടങ്ങളുണ്ട്. രാത്രി വിശ്രമിക്കുവാൻ ചങ്ങാടങ്ങളിലുള്ള കൂടാരങ്ങളുമുണ്ട്. അതിഥികളെ വരവേൽക്കുവാൻ ഒന്നാന്തരം സ്വീകരണ മുറികൾ ഒരുങ്ങിയിട്ടുണ്ട്. അടുക്കളയും ഭദ്രമാണ്. കരിമീനുകളെ വരഞ്ഞ് മസാല പുരട്ടി അങ്ങനെ വെച്ചാൽ ഏത് അരസികൻ്റെയും നാവിൽ വെള്ളമൂറും. ചക്കിലാട്ടിയ എണ്ണയിലേക്ക് അത് വന്നു വീഴുമ്പോഴേക്കും ആ നാദപ്പെരുക്കം ഒരു രുചിപ്പെരുക്കമായി മാറും. വായിൽ കപ്പലോടിക്കാൻ പാകത്തിലുള്ള ആ സ്വാദ് സഞ്ചാരികൾ ആസ്വദിക്കും. അവർക്കൊക്കെയും കൈനിറയെ രുചിയുടെ പൂപ്പാലികയുമായി സന്ധ്യയെത്തും. ആ സ്നേഹം ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്നതല്ല, അത് ഒരു പ്രക്രിയയാണ്. കുളം അത് വളരെ സ്ഥായിയായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. മത്സ്യക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോക്കിങ്സ് അതും വളരെ സ്ഥായിയായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ തീറ്റ അങ്ങനെയല്ല. ഒരുപക്ഷെ ഇതിനകത്ത് ഏറ്റവും ചിലവ് അനുഭവിക്കേണ്ടി വരുന്ന തീറ്റയിലാണ്. അത് നാച്ചുറലായിട്ടുള്ള ഭക്ഷണം, ഈ വയനയില എന്നൊക്കെ പറഞ്ഞ് ചീനി, കമ്പ്, ഇവരൊക്കെ പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ കൂടെയുള്ളവർ പറയുന്ന ചേന, ചേമ്പ്, ഇതിൻ്റെയൊക്കെ തണ്ടും ഒക്കെ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഉപ്പ് രസമുള്ള മണ്ണായതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു. പക്ഷേ ഫിഷ് ഫുഡ് ഭയങ്കര വാങ്ങിക്കുക വെച്ചാൽ വലിയ ചിലവേറിയ ഒരു കാര്യമാണ്, വലിയ ചിലവാണ്. അതിനകത്ത് ലാഭം കുറയ്ക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പിന്നെ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഇലകളും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ടേസ്റ്റും കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആവാൻ ഉണ്ട്. അവർക്ക് ഒന്നാമത്തെ കാര്യം, നമ്മൾ പിടിച്ച് ലൈവായിട്ടുള്ള കരിമീനെയാണ് കൊടുക്കുന്നത്. പെട്ടയ്ക്കുന്ന കരിമീനെയാണ് തന്നെ ജീവനോട് അപ്പം കൊടുക്കുകയാണ്. എത്ര രൂപ വില? അതിപ്പോൾ ഒരു 650-700 റേഞ്ചിൽ ഇങ്ങനെ പോകുന്നത്. അത് ഇവിടെ റിസോർട്ടും ഹോം സ്റ്റേയും ഹോട്ടൽസും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ അതുപോലെ ഹൗസ് ബോട്ട്സ് ഉണ്ട്, അവരൊക്കെ വന്ന് ബൾക്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വരുന്നു, അതായത് ഇപ്പോൾ മറ്റു പല രംഗത്തു നിന്നും ഈ രംഗത്തേക്ക് വരുന്ന ഒരാൾക്ക് ടീച്ചറിന് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താ? പല ചലഞ്ചസും ഉണ്ടാകും പല കാര്യത്തിലും. എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് മല്ലിട്ടാണ് ഇതെല്ലാം, മറ്റൊന്നല്ല, പ്രകൃതിയുമായിട്ട് മല്ലിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അൺഫോർസീനായിട്ട് മുൻകൂട്ടി കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, ചലഞ്ചസ് വരും. അതൊക്കെ വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു വിൽ പവർ വേണം, ഒരു സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവും വേണം. പിന്നെ ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം നമുക്ക് വള്ളത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഹൗസ് കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എന്താണ് മനസ്സിൽ? എനിക്ക് തോന്നുന്നത് അത് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനാണ്. എളുപ്പം എടുത്ത് ചാടാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനാണ്. ഇത് എങ്ങനെ റൺ ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ശരിക്കും ടൂറിസത്തിലേക്ക് തന്നെ, ഒരു ഫാം ടൂറിസത്തിൽ അതൊരു പ്രത്യേകിച്ചുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഫാം ടൂറിസം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചുള്ള എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇവിടെ ചെറിയ ബോട്ടിൽ വള്ളങ്ങളിലേക്ക് വില്ലേജ് കാണാനും കൊണ്ടുപോകും. ഹൗസ് ബോട്ടുണ്ട്, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പാക്കേജ് പോലെ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് നാളേ ആയുള്ളൂ, പക്ഷേ അതിന് ഭയങ്കരമായിട്ട് ഉള്ള ഡിമാൻഡുണ്ട്. ഇപ്പം ഇവിടുന്ന് തന്നെ നമ്മുടെ പോണ്ടിൽ നിന്ന് ഞങ്ങൾ ഫ്രം പോണ്ട് ടു
പ്ലേറ്റ് എന്നാണ് ഇട്ടേക്കുന്നത്. ആ പേര് തന്നെ അങ്ങനെയായിട്ട് ഇട്ടേക്കുന്നത് ഇവിടുത്തെ കുക്കിങ്ങിന്. അപ്പോൾ ഫ്രഷായിട്ടുള്ള മീൻ അവരെ മുമ്പിൽ വെച്ച് തന്നെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ഫാൻസിഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ വരുന്നവർ പല കൾച്ചറിൽ നിന്നും പല രീതിയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുമായിട്ട് പലപ്പോഴും സംസാരിച്ചപ്പോൾ ഈ മൺട്രോത്തുരുത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതൊരു സിങ്കിങ് ഐലൻഡാണ്. അപ്പോൾ 100-150 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഐലൻഡ് ഇവിടെ കാണുമോ, അതൊക്കെ മാർക്കറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനകത്തൊരു ഫാസിനേഷൻ ഉണ്ടല്ലോ. അതെ അതെ. അങ്ങനെ കടൽ തീരം ഭൂമിയിലെ തന്നെ മറ്റൊരു വലിയ സ്വർഗമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. അധ്വാനവും വെല്ലുവിളികളുമൊക്കെ ആഹ്ലാദവും വരുമാനവുമാക്കി മാറ്റുകയാണ് ടീച്ചർ. നേരാം. സന്ധ്യ സി വിദ്യാധരന്, പാവകങ്ങൾ.